ചിലർക്ക് അഭിനയം ഒരു തൊഴിലാണ്, എന്നാൽ ചിലർക്ക് അതൊരു ജീവിത പാഠമാണ്. തൃശ്ശൂരിൻ്റെ മണ്ണിൽ നിന്നും മലയാള സിനിമയിലേക്ക് എത്തിയ ഈ സൂപ്പർ വുമൺ ഇന്ന് തൻ്റെ 40ാം ജന്മദിനം ആഘോഷിക്കുകയാണ്. പ്രതിസന്ധികളെ പുഞ്ചിരിയോടെ നേരിട്ട ഒരു പോരാളി. ആരാണ് ഭാവന? എന്തുകൊണ്ടാണ് അവർ ഇന്നും മലയാളികളുടെ പ്രിയങ്കരിയായി തുടരുന്നത്? 1986 തൃശ്ശൂർ ജില്ലയിൽ ബാലചന്ദ്രൻ്റെയും പുഷ്പയുടെയും മകളായി ജനിച്ച കാർത്തിക എന്ന പെൺകുട്ടി പിന്നീട് ഭാവനയായി മലയാളികളുടെ ഹൃദയത്തിലേക്ക് നടന്നു കയറി. 14-ാം വയസ്സിൽ നമ്മൾ എന്ന സിനിമയിലൂടെ പ്രേക്ഷകരുടെ മനം കവർന്ന ആ നിഷ്കളങ്കത ഇന്നും ആ കണ്ണുകളിൽ കാണാം. അഭിനയത്തിലെ മികവും തനിമയും കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അവർ മലയാളികളുടെ വീട്ടിലെ ഒരു അംഗമായി മാറി. ഭാവനയുടെ ഈ യാത്രയിൽ ഏറ്റവും വലിയ ശക്തി അവരുടെ കുടുംബമായിരുന്നു. അച്ഛൻ്റെയും അമ്മയുടെയും അളവറ്റ പിന്തുണയും ഒപ്പം താൻ വളർന്നു വന്ന ആത്മവിശ്വാസവും അവരെ എന്നും മുന്നോട്ട് നയിച്ചു. മാത്രമല്ല, അവരുടെ ജീവിതയാത്രയിൽ എന്നും താങ്ങും തണലുമായി നിന്ന അവരുടെ പ്രിയപ്പെട്ടവരും ഈ വിജയങ്ങൾക്ക് പിന്നിൽ വലിയൊരു പങ്കുവഹിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരുടെ സ്നേഹം കൈമുതലാക്കി ഏത് പ്രതിസന്ധിയിലും തളരാതെ മുന്നോട്ട് പോവുക എന്ന പാഠമാണ് ഭാവന നമുക്ക് കാണിച്ചു തരുന്നത്. മലയാളം കടന്ന് തമിഴിലേക്കും കന്നഡയിലേക്കും തെലുങ്കിലേക്കും പടർന്ന ആ അഭിനയ പ്രയാണം ആരെയും അമ്പരപ്പിക്കുന്നതാണ്. തളർന്നു പോകുമെന്ന് കരുതിയ ഘട്ടങ്ങളിൽ പോലും സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ടും അന്തസ്സോടെ ജീവിതത്തെ നേരിട്ടുകൊണ്ടും അവർ ഒരു സൂപ്പർ വുമണായി മാറി. ഒരു അഭിനേത്രി എന്നതിലുപരി ആത്മവിശ്വാസമുള്ള ഒരു സ്ത്രീ എങ്ങനെയായിരിക്കണമെന്നതിന് ഭാവന ഇന്ന് വലിയൊരു മാതൃകയാണ്. ഇന്ന് 40ാം വയസ്സിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ കൂടുതൽ കരുത്തോടെയും ആത്മവിശ്വാസത്തോടെയും അവർ തൻ്റെ യാത്ര തുടരുന്നു. വെല്ലുവിളികളെ പുഞ്ചിരിയോടെ നേരിടാൻ പഠിപ്പിച്ച മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഭാവനയ്ക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. ഭാവനയുടെ അഭിനയ ജീവിതത്തിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച കഥാപാത്രം ഏതാണ്? അതോ നിങ്ങൾക്ക് എപ്പോഴും കൂടെ കൂട്ടാൻ തോന്നുന്ന ആ പ്രിയപ്പെട്ട സിനിമ ഏതാണ്? കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കൂ.